Hi everyone, welcome to Techie's Office. അപ്പോൾ ഇന്ന് ഞാനുള്ളത് പ്രോ കളർ ഓട്ടോ ബോഡി ഷോപ്പിലാണ്. ഇവിടെ വണ്ടി എൻ്റെ ഹോണ്ട CRV അവിടെ കിടക്കുന്ന കണ്ടില്ലേ. ഇത് ഞാൻ പെയിൻറ്റിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം റീപെയിൻ്റ് തന്നെ ചെയ്യണം, അല്ലാണ്ട് വേറൊരു ഇതില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ എന്തായാലും റീപെയിൻറ്റ് ചെയ്യേണ്ട സ്ഥിതി ആയതുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നാർഡോ ഗ്രേ പെയിൻറ്റിലേക്ക് മാറ്റാമെന്നാണ് തീരുമാനിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നന്നായി തോന്നുമെങ്കിലും കുറേ ഇഷ്യൂസ് ഉണ്ട് പെയിൻറ്റിൻ്റെ. ഇവിടെ പെയിൻറ്റ് പോയിട്ടുണ്ട്, അതുപോലെ ഇതിലൊന്നും ലെവൽ ചെയ്തത് കറക്റ്റല്ല, അതുപോലെ മെറ്റാലിക് എലിമെൻറ്റ് ഡിഫോൾട്ട് പെയിൻറ്റിൽ എന്തോ കൂട്ടി ചെയ്തിരിക്കുകയാണ്. ഇവിടെ കണ്ടോ, ഇവിടെ ക്ലിയർ ഡ്രോപ്പ് ഉണ്ട്, കുറേ ലെവൽ തന്നെ ശരിയല്ല. അതുപോലെ ഇതിൻ്റെ ഇവിടെ ഡെൻറ്റ് ഉണ്ട് കണ്ടോ. അതുപോലെ ഇത് പെയിൻറ്റ് ചെയ്തതും കറക്റ്റല്ല. പിന്നെ അലോയ് വീൽസും ബ്ലാക്ക് പെയിൻറ്റ് ഒന്നുകൂടിയും ചെയ്യേണ്ടി വരും, കാരണം ഇതൊന്നും ഫിനിഷ് ചെയ്തത് ശരിയായിട്ട് അല്ല ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ചെയ്യേണ്ടി വരും, ഇത് ഡള്ളാണ്. അതുപോലെ ഇത് ഒന്നുകൂടിയും ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഏറ്റവും മെയിൻ ഇഷ്യൂ ഈ ബോണറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുള്ളത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് കണ്ടോ, ഇതൊക്കെ മാറ്റേണ്ട സ്ഥിതിയാണ്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് റീപെയിൻറ്റ് ചെയ്താലേ ഇത് റെഡി ആവുള്ളൂ. അതുപോലെ ഇവിടെ ഉള്ള ക്ലിയർ ഡ്രോപ്പ്, വേറൊരു മേജർ ഇഷ്യൂ ഉള്ളത് ഇവർ ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈ ബമ്പറിലുള്ള ഈ സ്ക്രൂ ചെയ്തത് മാറ്റിയിട്ട് ക്ലിപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ക്ലിപ്പ് വേറെ മേടിച്ചിട്ട് കറക്റ്റായിട്ട് ക്ലിപ്പ് ചെയ്ത് തരാം, ഇതിന് ബമ്പർ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് പറയണത്. അതുപോലെ തന്നെ വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഈ മഡ് ഗാർഡാണ്. മഡ് ഗാർഡിൻ്റെ ഷേപ്പ് പോയിരിക്കുക, അതൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരാം, നല്ല ഫിനിഷിങ്ങിൽ ചെയ്തു തരാം എന്നാണ് പറയണത്. പിന്നെ ഒരു മേജർ ഇഷ്യൂ ഉണ്ടായിരുന്നത് ഈ ബാക്കിലുള്ള ഇതാണ്, അതിൻ്റെ ഷേപ്പ് പോയിരിക്കുകയാണ്. അത് ഷേപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഈ ഭാഗം ബ്ലാക്കാക്കി റെഡിയാക്കി തരാമെന്നാണ് പറയണത്. അതുപോലെ ഇവിടെ കണ്ടോ ഗ്യാപ്പൊക്കെ, ഇതൊക്കെ ക്ലിയർ ചെയ്യും, ഈ ഷേപ്പ് പോയതും. അതുപോലെ ഈ ഇടയിലുള്ള ഫിനിഷിങ്ങൊക്കെ കറക്റ്റ് ചെയ്ത് തരും. മൊത്തത്തിൽ വണ്ടി ഓപ്പൺ ആയി കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിലൊക്കെ പെയിൻറ്റ് പോയതും ഒക്കെ റെഡിയാക്കി തരുമെന്നാണ് ഇപ്പോഴത്തെ കളർ ചേഞ്ച് ചെയ്താലുള്ള ഇത്. അപ്പോൾ ഫൈനലി ഇങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയും വർക്ക് വണ്ടിയിൽ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് പ്രൈമർ ഇല്ലാത്തതുകൊണ്ടുണ്ട് ഇവിടെ നിന്നൊക്കെ പെയിൻറ്റ് ഇളകി പോരുകയാണ്. ഉണ്ടോ, ഇത്ര വെറുതെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ പിന്നെ സിമ്പിളായി വാഷ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ഇളകിപ്പോരും. പിന്നെ മേജർ തിങ്, ഇവിടെ പെയിൻറ്റ് ബൂത്ത് ഉണ്ട്. അപ്പോൾ പെയിൻറ്റ് ബൂത്തിൻ്റെ ഉള്ളിലായിരിക്കും. ഇവിടെ പെയിൻറ്റ് ബൂത്തിൻ്റെ ഫിൽറ്റർ സിസ്റ്റം കാണാം. ഇതിൻ്റെ ഉള്ളിലിട്ട് റീപെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഡസ്റ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പം എൻ്റെ വണ്ടിയുടെ പാർട്സ് എല്ലാം ഊരി, എല്ലാ ഭാഗവും ഊരി. മുമ്പത്തെ പാർട്ടിയാണെങ്കിൽ ബാക്കിലെ ബമ്പറൊന്നും ഊരിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഊരി. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബമ്പറും ഊരി. ഈ ലൈറ്റ് റീസ്റ്റോർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈവൻ ഡോറിൻ്റെ ഉള്ളിലുള്ള പാനൽസൊക്കെ ബ്ലാക്ക്, അലോയ്സ് ബ്ലാക്ക്, ഇത് റെഡ്. ഇതിലിപ്പോൾ ക്ലിയർ കോട്ട് പ്രോപ്പറായിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് അത്ര ഷൈനൊന്നുമില്ല. അതൊക്കെ പ്രോപ്പറായിട്ട്
ചെയ്തു വരുമ്പോൾ രസം ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ. സോ വണ്ടിയിൽ പ്രൈമർ കോട്ട് അടിച്ചു. ബോഡിയിൽ കറണ്ട് സ്റ്റേജ് ഡെൻറ്റും എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. ഓക്കെ, വണ്ടിയുടെ ഫ്രണ്ട് ബമ്പറൊക്കെ ഫൈബർ പാച്ച് ചെയ്ത് റെഡിയാക്കിയിരിക്കുകയാണ്. ഫൈബർ പാച്ച് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇത് ഫുള്ള് റെഡിയാക്കി. ഈ ഭാഗത്തൊന്നും അത്ര പ്രശ്നമില്ല, ഈ ഭാഗത്തൊന്നും പ്രശ്നമില്ല. പക്ഷേ ഇവിടെയാണ് അത് മെയിൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി ഇവിടെ ചെയ്യേണ്ടത്. ബമ്പറിൻ്റെ ഈ സാധനം മിസ്സിങ് ആയിരുന്നു. ഇവിടെ ഉള്ളത് പോലെ ഇവിടെ വെൽഡ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വണ്ടിയുടെ പ്രൈമർ കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് പുറത്തിട്ടിരിക്കുകയാണ്. നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പ്രൈമർ അടിച്ചിട്ട് ഇതൊക്കെ ഇപ്പോൾ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാം അഴിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാ ഫുൾ പ്രൈമർ കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയൊക്കെ ഫുൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ കണ്ട് ഇവിടുന്ന് എന്തോ ലീക്ക് ഉണ്ട് അല്ലേ? ഇല്ല, ഇതെന്ത് ഇവിടുന്ന് ഇതാ അവര് സ്ക്രൂ ചെയ്തതിൻ്റെ ആന്ന് തോന്നുന്നു അല്ലേ? ഇതാ അതുവരെ നോക്കിയേ, സ്ക്രൂ ഒന്ന് ഇവിടെ ഉണ്ടോ? ഇവിടെ നിന്ന് ലീക്ക് കണ്ടോ? ഫൈബർ അതായിരിക്കും കണ്ട. സ്ക്രൂ ടൈറ്റ് ചെയ്തപ്പോ അതിലെ ഇതായി. മേലെന്നും താഴെന്നും ഉണ്ട് കൊണ്ടു കേട്ടോ അല്ലേ? അത് മേലെന്ന് തന്നെ ആയിരിക്കും അല്ലേ? അതിപ്പോൾ റെഡിയാവും. അപ്പോൾ ഇതാണ് കറണ്ട് സ്റ്റേറ്റ്. ഞാൻ 2 ദിവസം സ്റ്റാറ്റസ് ഒന്നും ഇട്ടില്ല, കാരണം ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റൊക്കെ തിരിച്ചൊന്ന് ഫിറ്റ് ചെയ്തിട്ട് ബമ്പർ എങ്ങനെ ഫിറ്റിംഗ് നോക്കുകയാണ്. അത് കറക്റ്റായിട്ട് അലൈൻ ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ള ഇതാണ് ഇപ്പോൾ ചെക്ക് ചെയ്യണത്. അത് ചെയ്യാനാണ് ഇങ്ങനെ അഴിച്ചിട്ടിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാം മുമ്പത്തെ പോലെ തന്നെ ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും ഫിറ്റിംഗാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിവിടെ നിങ്ങൾക്ക് കാണാം അഴിച്ചു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഫിറ്റിങ്ങും അതിൻ്റെ ലെവലിങ്ങും ഒക്കെ ചെയ്തിട്ട് എന്നിട്ട് എല്ലാം ഫൈനലായി കഴിഞ്ഞാലാണ് പിന്നെ വണ്ടി പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകും. ഓൾറൈറ്റ്, സോ ഞാൻ എന്തുകൊണ്ട് എൻ്റെ വണ്ടി പിന്നെയും റീപെയിൻറ്റിന് ഓപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ റീസൺസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ ഉള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലുള്ളപ്പോൾ നമ്മൾ റീപെയിൻറ്റിങ് എന്തിന് ഓപ്റ്റ് ചെയ്യണം? അതാണ് ഫസ്റ്റ് മേജർ ക്വസ്റ്റ്യൻ. റീപെയിൻറ്റിങ് ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു സോളിഡ് റീസൺ ഉണ്ടാവണം. അല്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഡീറ്റെയിലിംഗ് ചെയ്തിട്ട് അത് മിക്ക പ്രോബ്ലംസും ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില പാനൽസൊക്കെ റീപെയിൻറ്റ് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ഇഷ്യൂസും സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ വണ്ടിയിൽ എന്തുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈം റീപെയിൻറ്റിങ് ഓപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് ബാംഗ്ലൂരിലുള്ള ആൾ സജസ്റ്റ് ചെയ്തു. എൻ്റെ വണ്ടിയുടെ പല പാനൽസിലും മിസ്മാച്ച് വരുന്നുണ്ട്, അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് റീപെയിൻറ്റിങ് നല്ലൊരു ഓപ്ഷനാണെന്ന് അവർ അന്ന് എന്നെ സജസ്റ്റ് ചെയ്തു. അതിന് പകരം ഞാൻ വല്ല ഡീറ്റെയിലിങ്ങിന് കൊടുത്തിട്ട് ചിലപ്പോൾ മാച്ചിങ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ അത് ചിലപ്പോൾ അങ്ങനെ ആരും അങ്ങനെ പറ്റില്ല എന്ന് പറയുമായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ഓപ്റ്റ് ചെയ്യണമായിരുന്നു. എനിവേ, എന്തായാലും ഞാൻ വണ്ടി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് റീപെയിൻറ്റിങ് ചെയ്ത് വന്നപ്പോൾ, ബാംഗ്ലൂരിൽ നിന്ന് ചെയ്ത് വന്നപ്പോൾ അത് വണ്ടിയുടെ ലുക്ക് ദൂരം നോക്കുമ്പോൾ ലുക്ക് കുഴപ്പമില്ലായിരുന്നെങ്കിലും നമ്മൾക്ക് അടുത്തുനിന്ന്
നോക്കുമ്പോൾ അതിൽ പല ഫോൾട്സും പിന്നെ ഈ റീപെയിൻറ്റിങ് ചെയ്ത മെത്തേഡ് കാരണം അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ കണ്ടു തുടങ്ങി. അതെനിക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല. അത് എൻ്റെ വണ്ടിയുടെ മുമ്പത്തെ സ്റ്റേജിനെക്കാട്ടും ഇൻ എ വേ ഐ വെൻ ബാക്ക്വേർഡ്സ്, കുറച്ചുകൂടിയും വേഴ്സ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ മേജർ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്രണ്ട് ബമ്പർ മുമ്പേയും സ്ക്രൂ ഉണ്ടായിരുന്നു എന്നാണ് അവർ പറയണത്. ഓക്കെ, എന്നാലും അത് ഫിക്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവർ പിന്നെയും സ്ക്രൂസ് കയറ്റുന്നു. കൂടുതൽ സ്ക്രൂസ് കയറ്റിയിട്ട് ഇൻ എ വേ എൻ്റെ വണ്ടിയുടെ പ്രോബ്ലംസ് കൂടെ ഉണ്ടായുള്ളൂ. കാരണം അതിൻ്റെ ബാക്കിലുണ്ടായിരുന്ന വിൻഷീൽഡ് ഫ്ലൂയിഡ്, വൈപ്പറിൻ്റെ ഫ്ലൂയിഡുള്ള ടാങ്ക് ഹോളായിട്ട് അതിൽ നിന്ന് വരെ ലീക്കാവാൻ തുടങ്ങി. പിന്നെ എൻ്റെ എന്ത് റിപ്പയർ വർക്കും അല്ലെങ്കിൽ എന്ത് മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ ഫ്രണ്ട് ബമ്പർ ഊരേണ്ട ആവശ്യം വരും. അതൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക്. ഫോർ എക്സാമ്പിൾ ഹെഡ്ലൈറ്റ് മാറ്റാനൊന്നും പറ്റില്ല. അങ്ങനത്തെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മേജറായിട്ട് ഇതിൽ പോയത്. പക്ഷെ അപ്പോൾ അവർ എനിക്ക് വേറെ കുറേ ഇംപെർഫെക്ഷൻസ് കാണിച്ചു തന്നു. ഫോർ എക്സാമ്പിൾ എല്ലാ പാനലിൻ്റെ എഡ്ജ് നോക്കിയാലും അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഇല്ല. പിന്നെ ഡെൻസ് ഒന്നും ക്ലിയർ ചെയ്യാണ്ടാണ് ഇവർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ റീപെയിൻറ്റിങ്ങിന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് പെയിൻറ്റ് ഷോപ്പ് നിങ്ങൾ ചൂസ് ചെയ്യണം. ഒന്ന് മെറ്റീരിയൽ യൂസ് ചെയ്യണത് പ്രോപ്പറായിട്ടുള്ള പെയിൻറ്റ് ഷോപ്പ് ചൂസ് ചെയ്യണം. ഓക്കെ, മെറ്റീരിയൽ ചൂസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ തന്നെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം ഇതൊക്കെയാണ് അവർ യൂസ് ചെയ്യണത്, അതുപോലെ കാണിച്ചു തരിക. അങ്ങനത്തെ പെയിൻറ്റ് ഷോപ്പ് ചൂസ് ചെയ്യണം. അതെൻ്റെ ബാംഗ്ലൂരത്തെ കേസിലുണ്ടായിരുന്നു. കാരണം ഇവർക്ക് സ്വന്തം കാർ പെയിൻറ്റ് ഷോപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർ അത്യാവശ്യം ഫോർവേഡ് ആയിരുന്നു ഈ കാര്യത്തിൽ. പക്ഷേ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലാണ് എനിക്ക് ഫസ്റ്റ് ടൈം പഠിച്ചത്. പ്രോപ്പറായിട്ടുള്ള പെയിൻറ്റ് ബൂത്ത് വേണം, കറക്റ്റായിട്ടുള്ള എക്സോസ്റ്റ് സിസ്റ്റം, അതുപോലെ ലൈക്ക് വേറെ ഡസ്റ്റ് ഒന്നും കയറാത്ത ക്ലോസ്ഡ് ആയിട്ടുള്ള പെയിൻറ്റ് ബൂത്ത് വേണം, എക്സോസ്റ്റ് വേണം, അതിൽ ഫിൽറ്ററിങ് വേണം. പിന്നെ അതുപോലെ അവർക്ക് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ്, ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്ത അതിൻ്റെ പാർട്ടിക്കിൾസ് ഫിൽറ്റർ ചെയ്ത് കളഞ്ഞിട്ട് വേണം നെക്സ്റ്റ് ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ വണ്ടിയിൽ പറ്റും. പിന്നെ ഹീറ്റിംഗ് വേണം, ലൈക്ക് ക്യൂർ ചെയ്യാനുള്ള ഹീറ്റിംഗ്, അങ്ങനത്തെ ഒക്കെ ഫെസിലിറ്റി ഉള്ളത് വേണം, ഉള്ള ഷോപ്പ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ആൻഡ് നെക്സ്റ്റ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ്, നമ്മളിപ്പോൾ പെയിൻറ്റ് ഷോപ്പിൻ്റെ പോയി കഴിഞ്ഞാൽ അവരുടെ പെയിൻറ്റിങ് ക്വാളിറ്റി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ഇത് ബോഡി വർക്കും അതുപോലെ പാർട്സൊക്കെ കറക്റ്റായിട്ട് ഊരിയെടുത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടീംസിനെ ചൂസ് ചെയ്യണം. കാരണം നമ്മൾ പല ഡീറ്റെയിലിംഗ് ഷോപ്പുകളൊക്കെ പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർക്ക് നമ്മുടെ വണ്ടിയുടെ പാർട്സ് കറക്റ്റായിട്ട് ഊരിയെടുത്തിട്ട് പെയിൻറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ നോർമലായിട്ടുള്ളൊരു പെയിൻറ്റിങ് മാത്രം അറിയണ ആളാണെങ്കിൽ അവർ ജസ്റ്റ് ഊരാണ്ട് എല്ലാ ഇതും കവർ ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യും. അപ്പോൾ അത് പെർഫെക്ഷൻ കിട്ടില്ല ഒരിക്കലും. മിക്ക സമയവും അങ്ങനെ ഉണ്ടാവുന്നത്. ഓൾറെഡി ജസ്റ്റ് കോറലും ഇതൊക്കെ ആണെങ്കിൽ, ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ ഫൈൻ. പക്ഷേ ഫുൾ റീപെയിൻറ്റ് ചെയ്യണ സമയത്ത് ഇത് ഫുൾ ഊരിയിട്ട് വേണം ചെയ്യാൻ, എസ്പെഷ്യലി കളർ ചേഞ്ചുള്ള സമയത്ത്. ഓക്കെ, പിന്നെ പെയിൻറ്റിങ് ഗൺ, അതുപോലെ അപ്ലിക്കേറ്റർ, പെയിൻറ്റ് ചെയ്യണ ആൾ, അതിൻ്റെ എക്സ്പെർട്ടൈസ് ഒക്കെ മാറ്റർ ചെയ്യും. ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ചോയ്സ് എടുക്കാൻ. റിവ്യൂസും എല്ലാം നോക്കി, ഇൻഫാക്റ്റ് ഒരു ചെറിയ ജോബ് ആദ്യം ചെയ്യാൻ വല്ല ഫ്രണ്ടിൻ്റെ എന്തെങ്കിലും ചെറിയ ജോബ് ചെയ്യാൻ കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് നോക്കി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഇതിലേക്ക് പോവാൻ. ഓൾറൈറ്റ്, ഇനി ബാക്കിയുള്ള എൻ്റെ വണ്ടിയുടെ പ്രോഗ്രസ്സും ഇതും നിങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ബൈ. I hope you guys like the video. If you do, please like, share and subscribe. Thank you.